ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ്കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് വരട്ടിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ്കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബീഫ് തന്നെയാണ്. ഞാനിപ്പോൾ 1 കിലോ അളവിൽ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ബീഫാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലുള്ള ബീഫായാലും കുഴപ്പമൊന്നുമില്ല, ഏതായാലും പ്രശ്നമില്ല. അങ്ങനെ 1 കിലോ അളവിലാണ് ഞാനിപ്പോൾ ബീഫ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബീഫ് പോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് കുറച്ച് തക്കാളി കൂടി. ഞാനിപ്പോൾ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയിൽ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 തക്കാളി വരെ വേണ്ടി വരും. അപ്പോൾ ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം. അങ്ങനെ ഒരു 3 തക്കാളിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ബീഫ് വരട്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എന്നാൽ ശരി, നമുക്ക് സമയം താമസിയാതെ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ബീഫെല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. നമ്മുടെ ബീഫെല്ലാം ഞാനിപ്പോൾ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം മസാലകൾ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിത് വഴറ്റുന്ന സമയത്ത് വീണ്ടും മസാലകൾ ചേർക്കുന്നതാണ്. അതിൻ്റെ പേര് ഇത് വേവിക്കാൻ വേണ്ടി മാത്രം ഒരല്പം മസാല, ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ചേർക്കുകയാണ് ഞാനിപ്പോൾ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടേക്കണം. ഇനി വേണ്ടത് നമ്മുടെ ഈ ബീഫ് വേകാനും മാത്രം ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇതിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് വരുള്ളൂ. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് എല്ലാ മസാലയും നമ്മുടെ ബീഫിൽ പിടിച്ചിട്ട് വരുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. അതിനുശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ ഇങ്ങനെ വെക്കണം. ഇതെല്ലാം മസാലയും നമ്മുടെ ബീഫിൽ പിടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടി പാടുള്ളൂ. എന്നാൽ ശരി, ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ബീഫെല്ലാം കറക്റ്റായിട്ട് മാരിനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫൊക്കെ വേവിച്ചെടുക്കാനുള്ള കുക്കർ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ബീഫ് വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഞാനിപ്പോൾ നമ്മുടെ ബീഫൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 വിസിലാണ് എടുക്കുന്നത്. അപ്പോൾ ചില കുക്കറിൽ ഇപ്പോൾ സൈഡിൽ കൂടി നമ്മുടെ ഈ സീലിംഗ് റിങ്ങിന് കംപ്ലൈൻ്റ് ഉള്ള കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വിസിലെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കുക്കറിൽ എങ്ങനെയാണോ എത്ര വിസിലെടുക്കുമ്പോഴാണ് ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ട് കിട്ടുന്നത്, അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ കുക്കറൊന്ന് വെച്ചിരിക്കാൻ അത്രയും സമയം വരെയും ഞാൻ മീഡിയം ഫ്ലെയിമിൽ 4 വിസിലാണ് വെക്കുന്നത്. അത്രയും സമയം കൊണ്ട് തന്നെ ബീഫൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ബീഫൊക്കെ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് വേകട്ടെ. അത്രയും സമയം കൊണ്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും ഈ ബീഫ് റോസ്റ്റും ബീഫ് കറിയൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും ആ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു പീസ് കറുവാപ്പട്ട, ഒരു 3-4 ഏലയ്ക്ക, അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പൂ, ഇത്രയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അല്ലികളാണ്. ഞാനിപ്പോൾ ഒരു 10-12 വെളുത്തുള്ളി അരിഞ്ഞിട്ട് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഒരു 12 വെളുത്തുള്ളി അരി ഉണ്ടാവും. അത് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം.
കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഇഞ്ചിയും കൂടി. ഒരു വലിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എപ്പോഴും ബീഫ് റോസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞിടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഇതിപ്പോൾ ഒരു 10-15 ചെറിയ ഉള്ളി ഉണ്ടാവും. അപ്പോൾ തീരെ ചെറിയ ഉള്ളിയെല്ലാം ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി വലിയ ഉള്ളി മാത്രം 2ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഈ ഒരു അളവിൽ മാത്രമേ നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെടുത്ത ബീഫ് വന്നിട്ട് 1 കിലോ ബീഫിനാണ് ഈ ഒരു അളവിൽ ഉള്ളി വേണ്ടത്. ഈ ചെറിയ ഉള്ളിയുടെ കൂടെ തന്നെ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് സവാളയും കൂടി. ഞാനിപ്പോൾ ഒരു 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇത്രയും സവാള തന്നെ മതിയാവും. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ വരുന്നത് വരെയും നമ്മുടെ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിന് മുന്നേ നമ്മൾ ചിക്കൻ കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പിയാണ് ആ ചിക്കൻ കറി. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ സമയത്ത് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് വഴറ്റിയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ സവാളയുടെയും അതുപോലെ തന്നെ ആ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തക്കാളി കൂടിയാണ്. അപ്പോൾ ഇതുപോലെ സവാളയുടെയൊക്കെ കളറ് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 പച്ചമുളക് കൂടിയാണ്. നമ്മൾ ഒരുപാട് പച്ചമുളക് ഈ സമയം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതിലേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നതാണ്. ഈ സമയം തന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്തേക്കണം. ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ ഇറച്ചിയൊക്കെ വേവിക്കാൻ സമയത്ത് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു 2.5 ടീസ്പൂൺ അളവിൽ മാത്രം മുളക് പൊടി മതിയാവും. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമുക്ക് ഒരു 4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി വേണ്ടി വരും. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സ്മാഷായിട്ട് കിട്ടണം. അതുവരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്ത മുളക് പൊടിയുടെയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിയിട്ട് നല്ലതുപോലെ ഇത് വറുത്തിട്ട് കിട്ടണം. അതുവരെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ മസാലയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറിയിട്ട് മസാലയുടെ കളറൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ബീഫൊക്കെ ചേർക്കുമ്പോഴത്തേക്കും വീണ്ടും കളർ മാറി തുടങ്ങും. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കേണ്ട സമയമായി. അപ്പോൾ നമ്മുടെ ബീഫ് എന്തായി നമുക്ക് നോക്കാം. ഇതിലേക്ക് കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫെല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ വെള്ളത്തോടു കൂടി നമ്മുടെ അരപ്പിലേക്ക് ഇത് ചേർക്കാൻ വേണ്ടി പാടില്ല. വെള്ളം മാറ്റിയിട്ട് പീസുകൾ മാത്രമേ ഈ സമയത്ത് നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. ബീഫെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇത്രയും സ്റ്റോക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ വളരെ കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഈ ബീഫെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കുറച്ച് സമയം നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലെ കംപ്ലീറ്റ് ഗ്രേവിയും വറ്റുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിലെ ഏകദേശം ഗ്രേവിയും വറ്റിയതിന് ശേഷം വേണം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി ആ ബീഫിൻ്റെ സ്റ്റോക്ക് കൂടി ഇതിലേക്ക് ചേർക്കാനായിട്ട്. അതിന് ശേഷം വേണം നമ്മൾ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബീഫിലുണ്ടായിരുന്ന ഏകദേശം വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ല കട്ടിയായിട്ടുള്ള ഗ്രേവി മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മളിതെല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ബാക്കി ആ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റിയിട്ട് വരും. ഒട്ടും ഗ്രേവിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ വരണ്ടിട്ടല്ല നമ്മുടെ ഈ ബീഫ് വരട്ടിയത് എടുക്കുന്നത്. കുറച്ചധികം ഗ്രേവിയുടെയാണ്, നല്ല കട്ടി ഗ്രേവിയുടെയാണ് നമുക്കിത് കിട്ടുന്നത്.
ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് തുറന്നു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ തന്നെ ഏകദേശം ഇതെല്ലാം വറ്റിയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയാണ് നമുക്ക് ഈ ബീഫ് റോസ്റ്റ് കിട്ടുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് വരട്ടിയതായിരിക്കും ഇത്. നല്ലതുപോലെ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ല ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയതാണിത്. നല്ല ഗ്രേവിയോട് കൂടിയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും വെച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണിയുടെ കൂടെ കഴിക്കാം. നല്ല പൊറോട്ടയും അതിൻ്റെ കൂടെ തന്നെ ഇതുപോലൊരു ബീഫ് റോസ്റ്റും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടമാവും. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ പെരുന്നാളിന് നിങ്ങൾക്ക് ഉഷാറായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയാൽ മതിയാവും. നല്ല സൂപ്പർ പെർഫെക്റ്റ് ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും എനിക്ക് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.